മൂന്നാം വട്ടമാണ് പോറ്റി മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി വിശദമായിട്ട് അദ്ദേഹം നിൽക്കാൻ തയ്യാറായി. മാധ്യമങ്ങൾ പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ചോദിച്ചെങ്കിലും അദ്ദേഹം എല്ലാത്തിനും കൃത്യമായിട്ടുള്ള മറുപടി നൽകിയില്ല. ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മാസത്തോളം ഈ പാളികൾ, ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൈവശം വെച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇത് സ്വർണം പൂശാൻ കൊടുത്ത ഈ ചെന്നൈയിലെ കമ്പനിയോട് തന്നെ ചോദിക്കണം എന്തുകൊണ്ടാണ് ഇത് കൈവശം വെച്ചെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ പീഠം കാണാതെ പോയതുമായി ബന്ധപ്പെട്ട് താൻ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. അത് ഹൈക്കോടതിയിൽ വന്ന ഒരു മെയിലിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞ കാര്യമാണ്, താനായിട്ട് കൊടുത്ത പരാതിയല്ല എന്നുള്ള കാര്യം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. ഈ ബംഗളൂരിലടക്കം മാധ്യമങ്ങളും പോയി പലതും അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും തന്നെ സ്വർണ്ണപ്പാളി താൻ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് ഒരു വാതിൽ താൻ അവിടെ കൊണ്ടുപോയിരുന്നു. അല്ലാതെ ഈ പറയുന്ന പോലെ സ്വർണ്ണപ്പാളി ഒന്നും തന്നെ ബംഗളൂരിലെ ഈ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ ഉള്ള വാർത്തയൊക്കെ അദ്ദേഹം നിഷേധിക്കുകയാണ്. വിജിലൻസ് ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകിയോ എന്നുള്ള കാര്യത്തിലും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോകും, പക്ഷേ പല കാര്യങ്ങൾക്കും താൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല. അന്വേഷണം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആ അന്വേഷണ സംഘം തന്നെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് എടുക്കുന്നുമുണ്ട്. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ അത് ഹൈക്കോടതിയായിരിക്കും പറയുന്നത്. മാധ്യമങ്ങൾ തന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകാൻ തയ്യാറായതുമില്ല. പക്ഷേ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തന്നോട് മാത്രമായിട്ട് കാര്യങ്ങൾ ചോദിക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ പീഠമടക്കം കൊണ്ടുവന്നത് വാസ്തവനാണ്. മറ്റ് സ്പോൺസർമാരുണ്ട്, ഈ പറയുന്ന ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരുണ്ട്, അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും തന്നിലേക്ക് മാത്രമായിട്ട് കാര്യങ്ങൾ കേന്ദ്രീകരിക്കുന്നുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ കൂടി അവരോട് കൂടി കാര്യങ്ങൾ ചോദിക്കൂ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ശനിയാഴ്ച തന്നെ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ നടത്താൻ തന്നെയായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. ഈ 1999 സ്വർണം പൂശി, വിജയമല്യ സ്വർണം പൂശി നൽകിയ ദ്വാരപാലക ശില്പമടക്കം അത് പിന്നീട് 2019 എങ്ങനെ വെറും ചെമ്പായി മാറി എന്നതിലടക്കം അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ അന്നത്തെ രേഖകളൊക്കെ പരിശോധിച്ചാൽ തന്റെ പക്കലും രേഖകളുണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. എന്തായാലും ഇതിന്റെ മറ നീക്കി പുറത്തു വരണമെങ്കിൽ അന്വേഷണം തന്നെ വേണം. ദേവസ്വം വിജിലൻസിനെ കൊണ്ട് മാത്രമായിട്ട് ഇതിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു സംശയമാണ്. കാരണം ചെറിയൊരു വിഭാഗമാണ് അവർ. നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു എസ് പിയും 3 SI മാത്രമുള്ള പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന ഉദ്യോഗസ്ഥർ മാത്രമുള്ള ഒരു വിഭാഗമാണ് അവർ. അവരെ കൊണ്ട് മാത്രമായിട്ട് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രം തെളിയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡും ഹൈക്കോടതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ അടിയന്തര ദേവസ്വം ബോർഡ് യോഗവും ചേരുന്നുണ്ട്. ഈ ശബരിമല മേൽശാന്തിമാരുടെ അഭിമുഖം നാളെ നടക്കുകയാണ്. അതിനിടയിൽ ഈ അടിയന്തര യോഗം കൂടി ചേർന്ന് കോടതിയിൽ എടുക്കാൻ പോകുന്ന തീരുമാനമടക്കം സംസാരിക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. എന്തായാലും വിവാദ നായകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്.